ഹായ് ഓൾ. അപ്പം മുഖത്തെ അമിതമായ രോമ വളർച്ച ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. പ്രത്യേകിച്ചും സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, ഇനി ഒരു എല്ലാവർക്കും എന്തായാലും നമ്മുടെ മുഖം നമ്മുടെ ഒരു സ്വകാര്യ ഒരു സ്വത്താണ്. അപ്പോൾ നമുക്കത് നല്ല ഒരു ഇതോടുകൂടി, അതായത് നമുക്കൊരു അധികമായ രോമ വളർച്ചയോ ഒന്നുമില്ലാതെ നമുക്ക് സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രോമങ്ങൾ ഉണ്ടാവുന്നത്? ഒന്ന്, പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ നമ്മുടെ ശരീരത്തിൽ അളവിലധികം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം ഈ കൂട്ടർക്ക് മിക്കവാറും ഭാവിയിൽ PCOD, PCOS, തൈറോയിഡ് ഇഷ്യൂസ്, ഡയബറ്റിക് ഇഷ്യൂസ്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇതിൻ്റെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം തകരാറിലൊക്കെ ആണ്. ഇനി ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ഒക്കെ കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ജീവിതശൈലി കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ വ്യായാമം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് പുരുഷന്മാരെടുത്ത് നമ്മൾ മഞ്ഞൾ അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നത്? ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ ജെൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് പുരുഷന്മാർ മഞ്ഞൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ അത് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ കുറയ്ക്കുമ്പോൾ എല്ലാവർക്കും പുരുഷന്മാർക്ക് എന്താണ്, അവർക്ക് താടിയും മുടിയൊക്കെ വരുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവർ മഞ്ഞൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് നേരെ വിപരീതമായിട്ടുള്ളൊരു ഫലമാണ് ഇതുണ്ടാക്കുക. അപ്പോൾ ഇതിനിവിടെ എന്താണ് പ്രസക്തി? അപ്പോൾ ഞാനിവിടെ മഞ്ഞൾ ചേർത്തിട്ടുള്ള പാക്കുകളും പറയുന്നുണ്ട്, മഞ്ഞൾ ചേർക്കാതെയുള്ള പാക്കുകളും പറയുന്നുണ്ട്. കാര്യം എല്ലാവർക്കും ഇപ്പം മഞ്ഞൾ പറ്റണം എന്നില്ല. ചിലരുണ്ട് മഞ്ഞൾ അലർജി ആയിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പാക്കുകൾ ഉപയോഗിക്കാം. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മഞ്ഞളിനുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നെ ഈ പുതിയ രോമങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒരു ദിവസം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ പറയുന്ന പാക്കുകളെല്ലാം നിങ്ങൾ 1 മാസം അല്ലെ 2 മാസം 2-3 മാസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. അല്ല ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ ഈ രോമം മാത്രമല്ല, പലരും പറയാറുണ്ട്, ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വന്ന പലർക്കും എന്ന് വെച്ചാൽ ഈ മുഖക്കുരു വരാറുണ്ട്. അതുപോലെ ഈ മുഖത്ത് ഒരുമാതിരി കലകൾ പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ ചേർത്തുള്ള പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനെയൊക്കെ അത് തടയുന്നു. കാര്യം നമ്മൾക്ക് ഈ ഒരു രോമം വരുന്ന സമയത്തെന്ന് വെച്ചാൽ നമ്മുടെ വേർപ്പ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽസ് വരുന്നുണ്ട് ശരിക്കും മുന്നോട്ട്. അപ്പോൾ ആ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനത്തെ ഒക്കെ ഒന്ന് മന്ദീഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മഞ്ഞൾ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മഞ്ഞൾ ചേർന്ന പാക്കുകൾ പറയുന്നത്. അപ്പം നമ്മളിതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. പക്ഷേ നമ്മൾ ആലോചിക്കുക, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് മൊബൈൽ വന്നു കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയം എത്ര മണിയാണെന്ന് ചോദിച്ചാൽ 12 മണി, 1 മണി, 2 മണി. രാവിലെ എഴുന്നേൽക്കുന്നതോ 9 മണി, 10 മണി, 11 മണി. ഈ ഒരു ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒന്ന് സ്ട്രെസ്സ്, ടെൻഷൻ, ഓക്കെ, ഇതൊഴിഞ്ഞ് നമുക്ക് നേരം ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ്, ഇപ്പോൾ തൈറോയിഡും ഡയബറ്റീസും ഒക്കെ ഒരുപാട് പേർക്ക് കൂടുതലല്ലേ. ഒരു ഫാമിലിയിൽ നോക്കുവാണെങ്കിൽ തൈറോയിഡ് ഇല്ലാത്ത ആരുമില്ല, കൊളസ്ട്രോൾ ഇല്ലാത്ത ആരുമില്ല, അതുപോലെ ഡയബറ്റീസ് ഇല്ലാത്ത ആരുമില്ല. എന്നെന്താണ്? ഈ കൃത്യമായൊരു ജീവിതശൈലി ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ജീവിത രീതിയിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക. അതിൻ്റെ കൂടെ ഈ പാക്കുകളിലൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്, നമുക്ക് ഇത്തിരി അതുപോലെ നമുക്ക് മഞ്ഞളിൻ്റെ കൂടെ കുറച്ച് കടലമാവോടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മഞ്ഞളിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ കടലമാവോടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി വെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ രോമമുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ രോമമുള്ള ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലേ, പൊതുവേ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ഈ ഒരു ചുണ്ടിൻ്റെ മേലെയുള്ള ഭാഗത്ത്, താടിയുടെ ഭാഗത്ത് ആണ് കൂടുതലായിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നെഞ്ചിൽ, നമ്മുടെ കയ്യിൽ, കാലിൽ, ഈ ഭാഗത്തൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അത് കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് രോമത്തിൻ്റെ സെയിം ഡയറക്ഷനിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മളിത് നന്നായിട്ട് നമ്മൾ തേച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രോമത്തിൻ്റെ തിക്നെസ് പതുക്കെ കുറഞ്ഞിട്ട് അത് തിന്നാവാൻ വേണ്ടി അത് സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെയാണ്. പിന്നെ അത് നേരത്തെ വന്നിട്ട് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രോഗികൾ പലരും ഉപയോഗിച്ച് നോക്കിയപ്പം അവർ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ റിസൾട്ട് ഉണ്ട്. ഇനി ഇതിനൊന്നും പറ്റൂല, എനിക്ക് ഒട്ടും നേരമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ മഞ്ഞൾ നല്ല കട്ടിയായിട്ട് അത് വെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ രാത്രി ഈ ഒരു ഭാഗത്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് രാവിലെ നമുക്ക് ഇളകി പോകാവുന്ന രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മസാജ് പോലത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയും
മഞ്ഞൾ നമുക്ക് ഇപ്പം വേറെ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ചെറുപയർ പൊടി അല്ലേ. ചെറുപയർ പൊടി എണ്ണമയമുള്ള ചർമ്മമുള്ളവർ പറയുന്നതാണ് ചെറുപയർ പൊടിയാണ് അവരുടെ ഏറ്റവും വലിയ രക്ഷകൻ എന്ന് പറയും. കാര്യം എന്താണ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ചെറുപയർ പൊടി എന്ന് പറഞ്ഞാൽ പൊതുവേ രൂക്ഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എക്സ്ഫോളിയൻ്റ് എന്ന് പറയും. എക്സ്ഫോളിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, കുഴയ്ക്കുക, എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 1 ദിവസം 2 ദിവസം പ്രക്രിയയല്ല. ദയവ് ചെയ്ത് നിങ്ങൾ 1 മാസം 2 മാസം അല്ലെങ്കിൽ 3 മാസമെങ്കിലും, അല്ലെങ്കിൽ 1-2 മാസമൊക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു പ്രോത്സാഹനമായി എടുത്തന്നെ നിങ്ങൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇനിയും മഞ്ഞൾ പറ്റാത്തവരുണ്ട്. മഞ്ഞൾ പറ്റാത്തവർ ഇങ്ങനെ ആലോചിക്കുമായിരിക്കും, ഇതെന്താണ് ഈ പറയുന്നത്, ഇതൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കോമ്പിനേഷനാണ് 2 ടീസ്പൂൺ ചെറുപയർ പൊടി, അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ നാരങ്ങ നീര്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കുഴച്ചിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നാരങ്ങ നീര് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രോമം വരിക മാത്രമല്ല, രോമം വന്നിട്ട് കറുക്കും, അങ്ങ് ആ ഒരു സ്കിന്ന് ഒരുമാതിരി കറുത്തിട്ടാവും വരിക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സങ്കടമാണ്. അപ്പോൾ ഈ ഒരു നാരങ്ങ നീര് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു രോമത്തിൻ്റെ ഒരു കളർ തന്നെ മാറും. ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആകും. ഓക്കെ, ഇപ്പോൾ ചിലർക്കെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലൊരു നാരങ്ങ നീരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊരു ബേണിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഇത്തിരി പാലോ തൈരോ ഒക്കെ ചേർത്ത കോമ്പിനേഷൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉലുവ അല്ലേ. ഉലുവ ഒരു വട്ടമെങ്കിലും തലയിൽ തേച്ചിട്ടുള്ളവരുണ്ടോ? ഉലുവ ജ്യൂസായിട്ടല്ല, ഉലുവ അരച്ച് തലയിൽ തേച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നവർക്ക് നല്ല കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാര്യം എന്താണ്, ഉലുവ അതുപോലെ അരച്ച് നമ്മൾ തലയിൽ വെക്കുകയാണെങ്കിൽ ഇത് കയറി അങ്ങ് ഒട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കടലമാവിനെക്കാട്ടി കഷ്ടമാണ് അത് വലിച്ചിളക്കി കളയാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ തലയിൽ തേക്കുവാണേലും ഉലുവ അരച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ജ്യൂസ് ആക്കണം, ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച്, എന്നിട്ട് അത് മാത്രമേ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഇവിടെ നമുക്ക് വേണം ഉലുവ ധൈര്യമായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അരച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ നീരിൻ്റെ കൂടെ കുറച്ച് ഓറഞ്ച് നീര്. ഇത് രണ്ടും നല്ല പുകച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി പാലൂടെ ചേർക്കുക. എന്നിട്ട് ഈ 3 കോമ്പിനേഷനോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി നോക്കിയേ. ഓറഞ്ച് നീര് തന്നെ പുരട്ടാൻ നിൽക്കല്, ആരെങ്കിലും പുരട്ടിയിട്ടുണ്ട് എങ്കിൽ, ഓറഞ്ച് പൊടിയുടെ നീരാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതാരെങ്കിലും തന്നെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ അനുഭവസ്ഥർ ഇവിടെ ഉണ്ടാവും അല്ലേ, നല്ല രീതിയിൽ തന്നെ അത് പോകുകയും. അപ്പോൾ ഇതിലൂടെ നമ്മൾ നാരങ്ങ നീരും പാലൂടെ ചേർക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ല, മീഡിയം ഒരു ലെവലാവും. ഇത് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലത്തെ ഒരു സമയത്ത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒരു തോർത്തൊക്കെ മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുകയാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബാർലിപ്പൊടി. അപ്പോൾ ബാർലിപ്പൊടിയുടെ കൂടെ കുറച്ച് പാലും കുറച്ച് നാരങ്ങ നീരും. അപ്പോൾ ഇത് മൂന്നൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറേ കോമ്പിനേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം വരുമ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീവിത രീതിയിലൂടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അല്ലാണ്ട് ഇത് പിന്നെയും നമുക്ക് തിരിച്ച് വരുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഇത് വരുന്നതേ നമുക്ക് എല്ലാവർക്കും തലവേദനയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വ്യായാമം, നമ്മുടെ ആഹാര രീതി, ജീവിത രീതി ഒക്കെ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക. പ്രത്യേകിച്ച് ഈ നോൺ വെജ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരുപാട് ചിക്കൻ അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോൺ പ്രോബ്ലംസ് ആയിരിക്കാം, നിങ്ങൾക്ക് തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിന് കൃത്യമായ ചികിത്സ നിങ്ങൾ എടുക്കുക. അങ്ങനെ കൃത്യമായ ചികിത്സ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതൊരു തലവേദനയായിട്ട് മാറുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കാണാം.